യോഗിക്ക് മൂക്കുകയറോ എന്ന ചോദ്യത്തിന് തീർച്ചയായും യോഗിക്ക് മൂക്കുകയറ് മാത്രമല്ല, യോഗിയെ വനവാസത്തിന് അയക്കാൻ പോകുന്നു എന്നാണ് എൻ്റെ ടേക്ക്. ഞാൻ യോഗിയുടെ കാര്യത്തിലേക്ക് വരുന്നതിന് മുമ്പ് രണ്ട് സംഭവവികാസങ്ങൾ കൂടി പറയാം. ഞാൻ മനസ്സിലാക്കുന്നത്, മാർഗവും ലക്ഷ്യവും നഷ്ടപ്പെട്ട് ഏതെങ്കിലും ഒരു പ്രസ്ഥാനമോ ഏതെങ്കിലും ഒരു കുലമോ അധികാരത്തിലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ തമ്മിലടിച്ചു പിരിച്ച ചരിത്രമേ ഉണ്ടായിട്ടുള്ളൂ. ഇവിടെയും സംഭവിക്കാൻ പോകുന്നതാണ്. നമ്മൾ യാദവ കുലത്തെക്കുറിച്ചാണ് പറഞ്ഞു കേൾക്കുന്നതെങ്കിലും ഉത്തർപ്രദേശ് രാഷ്ട്രീയത്തിലും BJPയുടെ സംഘപരിവാർ രാഷ്ട്രീയത്തിലും ഒരു തിരിച്ചടിയുടെ കാലമാണ് സൂചിപ്പിക്കുന്നത്. ആഭ്യന്തര കലഹം മൂർച്ഛിക്കുന്നു. ഇത് ഉത്തർപ്രദേശിൽ മാത്രമല്ല, വെസ്റ്റ് ബംഗാളിലേക്കൊന്ന് നോക്കൂ. വെസ്റ്റ് ബംഗാളിൽ അവിടെ സുഗേന്ദ മജുംദാറും ഒപ്പം സുവേന്ദു അധികാരിയും തമ്മിലുള്ള പോരാട്ടം തുടങ്ങിക്കഴിഞ്ഞു. സുവേന്ദു അധികാരി പറഞ്ഞിരിക്കുന്നു, BJPയുടെ നരേന്ദ്രമോദിയുടെ ടാഗ് ലൈൻ മാറ്റണം, സബ്കാ സാത്ത് സബ്കാ വികാസ് എന്നതിൽ നിന്ന് ഇനി ഞാൻ അങ്ങനെ പറയില്ല, മുസ്ലിങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കണം, സബ്കാ സാത്ത് സബ്കാ വികാസ് തിരിച്ചടിച്ചു. മോദി ഉണ്ടാക്കിയ ടാഗ് ലൈനാണ്. ആ ടാഗ് ലൈൻ മാറ്റണം എന്ന് പറയുന്നത് സുവേന്ദു അധികാരിയാണ്. അത് ആർക്കാണ്? സുവേന്ദു അധികാരി പറഞ്ഞു കഴിഞ്ഞ ഉടനെ തന്നെ ഡാമേജ് മനസ്സിലാക്കിയ വെസ്റ്റ് ബംഗാളിൻ്റെ BJP ചീഫ് മജുംദാർ വന്ന് പറയുന്നുണ്ട്, അത് അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. സുവേന്ദു അധികാരി തള്ളി പറഞ്ഞിരിക്കുന്നു. BJPയിൽ അടിപൊട്ടി. എവിടെ? വെസ്റ്റ് ബംഗാളിൽ. ഇനി ഒരു കാര്യം കൂടി ഞാൻ പറയാം. ജാർഖണ്ഡിലെ ഗുംലയിൽ നമ്മളുടെ RSS മേധാവി മോഹൻ ഭഗവത് ഇന്നൊരു പ്രസംഗം നടത്തി. മോഹൻ ഭഗവത് നടത്തിയ പ്രസംഗത്തിൽ ഒരു ഭാഗം ഇങ്ങനെയാണ്: ഇൻ ദ കോഴ്സ് ഓഫ് സെൽഫ് ഡെവലപ്മെൻറ്റ്, ആത്മവികാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ, എ മാൻ വാണ്ട് ടു ബിക്കം എ സൂപ്പർമാൻ, ഒരു മനുഷ്യൻ സൂപ്പർമാൻ ആവാൻ ആഗ്രഹിക്കും. ദെൻ ദേവത, അതിനുശേഷം ദേവതയാവാൻ ആഗ്രഹിക്കും. ആൻഡ് ഭഗവൻ, അതിനുശേഷം ഭഗവാനാകാൻ ആഗ്രഹിക്കും. ആൻഡ് ആസ്പയർ ഫോർ വിശ്വരൂപ്, അദ്ദേഹം വിശ്വരൂപം ആർജിക്കാൻ ആഗ്രഹിക്കും. ബട്ട് നോബഡി ഈസ് സർട്ടൈൻ വാട്ട് ലൈസ് എഹെഡ്, പക്ഷേ ആർക്കും നിശ്ചയമില്ല എന്താണ് മുമ്പിൽ കിടക്കുന്നത്. ഇത് ആരെ ഉദ്ദേശിച്ചാണ് എന്നുള്ളത് ഞാൻ പ്രേക്ഷകർക്ക് വിട്ടുകൊടുക്കുന്നു. മനുഷ്യൻ അവൻ്റെ ആത്മവികാസത്തിൻ്റെ ഒരു ഘട്ടത്തിൽ പരമാത്മാവായും ഭഗവാനായും ഒക്കെ മാറാൻ ആഗ്രഹം പ്രകടിപ്പിക്കും. പക്ഷേ എന്താണ് മുൻപിൽ കിടക്കുന്നതെന്നറിയില്ല. ഇന്ന് മോഹൻ ഭഗവത് പറഞ്ഞതുപോലെ അക്ഷരാർത്ഥത്തിൽ വാട്ട് ലൈസ് എഹെഡ്, മുൻപിൽ എന്താണ് എന്ന അനിശ്ചിതാവസ്ഥയിലാണ് ഉത്തർപ്രദേശിലെങ്കിലും BJP. എന്തുകൊണ്ടെന്നാൽ, നമ്മൾ ലഖ്നൌവിൽ കഴിഞ്ഞ ഞായറാഴ്ച നടന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രസ്താവനകളും രണ്ട് റിപ്പോർട്ടുകളുമാണ് ഞാൻ പറയുന്നതിന് ആധാരം. അതിലൊന്ന്, BJPയുടെ ഉത്തർപ്രദേശിലെ ഡെപ്യൂട്ടി CM ആയ കേശവ് പ്രസാദ് മൗര്യയും ഒപ്പം മുഖ്യമന്ത്രിയായ യോഗി ആദിത്യനാഥ് നടത്തിയിരിക്കുന്ന രണ്ട് പ്രസ്താവനകൾ. അതിൽ കേശവ് പ്രസാദ് മൗര്യ പറയുന്നു, ലഖ്നൌവിലെ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ ഏകദേശം 2000-ഓളം തൻ്റെ അനുയായികളെ അണിനിരത്തിക്കൊണ്ട് വളരെ വൈകാരികമായി പ്രസംഗിക്കുകയാണ്. ദ ഓർഗനൈസേഷൻ ഈസ് ബിഗർ ദാൻ ദ ഗവൺമെൻറ്, ഈ ഓർഗനൈസേഷൻ സർക്കാരിനേക്കാൾ വലുതാണ്. ഈ വാചകം എവിടെയോ കേട്ടിട്ടുണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ് 2017 സിറാത്തു മണ്ഡലത്തിൽ ഇദ്ദേഹം പരാജയപ്പെട്ട് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നിട്ട് ഫേസ്ബുക്കിൽ ഇടുന്നുണ്ട്, പാർട്ടിയാണ് വലുത്, സർക്കാരല്ല വലുത് എന്ന്. അന്ന് യോഗി ആദിത്യനാഥിനെ എതിർത്തുകൊണ്ട് ഇതേ മൗര്യ അന്നിട്ടിരിക്കുന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. അതിൻ്റെ തനിയാവർത്തനമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ പരാജയത്തിന് ശേഷവും. അന്ന് സിറാത്തു മണ്ഡലത്തിൽ പല്ലവി പട്ടേലിനോട് പരാജയപ്പെട്ടെങ്കിൽ ഇത്തവണ ഉപമുഖ്യമന്ത്രിയായി അധികാരത്തിലിരിക്കുമ്പോഴും ലോക്സഭാ പരാജയത്തിൻ്റെ ഉത്തരവാദിത്വം അന്ന് പറഞ്ഞതുപോലെ യോഗി ആദിത്യനാഥിന് തന്നെയാണെന്ന് കേശവ് പ്രസാദ് മൗര്യ ഈ ട്വീറ്റിലൂടെ കുറിക്കുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേക്ക്. എന്നാൽ യോഗി ആദിത്യനാഥ് തിരിച്ചടിക്കുന്നത് എങ്ങനെയാണ്? വെൻ വി അസ്യൂം വിത്ത് സച്ച് എ കോൺഫിഡൻസ് ദാറ്റ് വി ആർ വിന്നർ, നാച്ചുറലി വി ഹാവ് ടു പേ ദ പ്രൈസ്. നമ്മൾ അമിതമായ ആത്മവിശ്വാസത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും അതിന് കനത്ത വില നൽകേണ്ടി വരും എന്നാണ് ലഖ്നൌവിലെ ഈ വർക്കിംഗ് കമ്മിറ്റി യോഗത്തിൽ യോഗി ആദിത്യനാഥ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നിട്ട് യോഗി ആദിത്യനാഥ് ആ പ്രസംഗത്തിൽ സൂചിപ്പിക്കുന്നുണ്ട്, ഈ സർക്കാരിൻ്റെ ഈ ഉത്തർപ്രദേശിലെ ലോക്സഭാ പരാജയത്തിൻ്റെ കാരണമായിട്ട് അദ്ദേഹം കണ്ടെത്തുന്ന ചില ഘടകങ്ങളുണ്ട്. അതിലൊരു ഘടകം നേരത്തെ പറഞ്ഞതുപോലെ ഓവർ കോൺഫിഡൻസ്, നമ്മൾ ഈ പറഞ്ഞ വാചകം. രണ്ടാമത്തെ അദ്ദേഹം പറയുന്നു, ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ നേട്ടങ്ങളെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയാതെ പോയി എന്നുള്ളത്. ആരാ തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ നടത്തിയത്? ആരാണിത് പ്രചരണത്തിൽ എത്തിക്കേണ്ടിയിരുന്നത്? BJPയുടെ സംസ്ഥാന അധ്യക്ഷനും JP നദ്ദയും ദേശീയ അധ്യക്ഷനും ഒപ്പം നരേന്ദ്രമോദിയും അമിത്ഷായും. പ്രചരണത്തിൽ ഈ യോഗി ആദിത്യനാഥിനേക്കാൾ കൂടുതൽ സംസാരിച്ചത് നരേന്ദ്രമോദിയാണ്. അപ്പോൾ നരേന്ദ്രമോദി പ്രചരണത്തിലൊരു പരാജയമായിരുന്നു എന്ന് പറയുന്നതിന് പകരം അദ്ദേഹം പറഞ്ഞ മനോഹരമായ വാചകം ഇതാണ്: ഈ ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ നേട്ടം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ പരാജയപ്പെട്ടു. മോദി, യു ആർ എ ഫെയിൽഡ് കമ്മ്യൂണിക്കേറ്റർ എന്ന് പറയുകയാണ് യോഗി ആദിത്യനാഥ്. മൂന്നാമത്, 400 സീറ്റ് എന്നുള്ള വാദം
ഭരണഘടന തിരുത്തിയെഴുതുമെന്ന പ്രതീതി സൃഷ്ടിച്ചു എന്നുള്ളതാണ് മൂന്നാമത്തെ കാര്യം. അദ്ദേഹം നേരിട്ട് പറയാണ്. ഇതാരാ പറഞ്ഞത്? അബ്കി ബാർ 400 പാർ എന്ന മുദ്രാവാക്യം മുഴക്കുന്നത് നരേന്ദ്രമോദിയാണ്. മൂന്നാമത്തത്. നാലാമത്തത്, ഈ സാമൂഹിക മാധ്യമങ്ങൾ വളരെ ദുർബലമായിട്ട് മാത്രമാണ് ഉത്തർപ്രദേശിൽ ഈ ക്യാമ്പയിൻ ഏറ്റെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ദുർബലമായ സാമൂഹിക മാധ്യമങ്ങളുടെ സാന്നിധ്യം, 400 സീറ്റ് കിട്ടുമെന്നുള്ള പ്രചരണം, ഒപ്പം പാർട്ടി ഡബിൾ എഞ്ചിൻ സർക്കാരിൻ്റെ നേട്ടങ്ങൾ പ്രചാരണത്തിൽ ശക്തമായി ഉപയോഗിക്കാൻ കഴിയാതെ പോയത്, അമിതാത്മവിശ്വാസം, ഇത്രയുമാണ് പരാജയത്തിൻ്റെ കാരണമെന്ന് യോഗി ആദിത്യനാഥ് പറയുമ്പോൾ ശരങ്ങൾ ചെല്ലുന്നു കൊള്ളുന്നത് പാർട്ടിയിലേക്കാണ്, സംഘടനയിലേക്കാണ്, ദേശീയ നേതൃത്വത്തിലേക്കാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഭൂപേന്ദ്ര ചൗധരിയിലേക്കും JP നദ്ദയിലേക്കും അമിത്ഷായിലേക്കും തീർച്ചയായിട്ടും നരേന്ദ്രമോദിയിലേക്കുമാണ് എന്നുള്ളതാണ്. എന്നാൽ ഇതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് മറ്റൊരു റിപ്പോർട്ട് ഉത്തർപ്രദേശിൽ നിന്ന് കേന്ദ്രത്തിലേക്ക് പോകുന്നുണ്ട്. അതാണ് ഭൂപേന്ദ്ര ചൗധരി നേരത്തെ സ്മൃതി ഇവിടെ സൂചിപ്പിച്ച 10,40,000-ഓളം വരുന്ന പാർട്ടി പ്രവർത്തകരെ 80 മണ്ഡലങ്ങളിലും കണ്ട് തയ്യാറാക്കി എന്ന് പറയപ്പെടുന്ന റിപ്പോർട്ട്. അതിൽ പറഞ്ഞ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഒന്ന്, സർക്കാർ പാർട്ടിയെ അവഗണിച്ചു. എന്താണോ യോഗി ആദിത്യനാഥ് പറഞ്ഞത് അതിൻ്റെ നേരെ ഘടകവിരുദ്ധമായ റിപ്പോർട്ടാണ് നിലവിൽ ഉത്തർപ്രദേശിലെ പാർട്ടി അധ്യക്ഷൻ ഭൂപേന്ദ്ര ചൗധരി കേന്ദ്രത്തിന് കൊടുത്തിരിക്കുന്നത്. സർക്കാർ പാർട്ടിയെ അവഗണിച്ചു, നമ്പർ 1. 2, പാർട്ടി പ്രവർത്തകർക്ക് ഈ സർക്കാരിനോട് അവമതിപ്പുണ്ടായി എന്നുള്ളത്. എന്നിട്ട് അതിനെ വിശദീകരിക്കാൻ പറയുന്നത് എന്താ? നമ്മുടെയൊക്കെ സംവിധാനത്തിൽ RSSും പാർട്ടി പ്രവർത്തകരുമാണ് ജനങ്ങളുമായി സംവദിക്കേണ്ടത്. പക്ഷേ യോഗി ആദിത്യനാഥിൻ്റെ ഭരണത്തിൽ അങ്ങനെ നേരിട്ട് പറഞ്ഞില്ലെങ്കിലും കളക്ടറാണ് തീരുമാനമെടുക്കുന്നത്. ബാബു സാബുമാരാണ് അവിടെ തീരുമാനങ്ങൾ എടുക്കുന്നത്. RSSൻ്റെയോ BJPയുടെയോ പ്രാദേശിക നേതാക്കളെക്കാൾ കൂടുതൽ പ്രാധാന്യം ജില്ലാ വരണാധികാരികൾക്ക് കിട്ടി. ഉദ്യോഗസ്ഥന്മാർ ഭരിച്ചു തുടങ്ങി. ബുൾഡോസർ രാജ് എന്നുള്ളത് ഭംഗീന്ദ്രനെ സൂചിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നു പേപ്പർ ലീക്കേജ്. ഈ സർക്കാരിൻ്റെ കാലത്തുമുണ്ടായ പേപ്പർ ലീക്കേജ് ചെറുപ്പക്കാർക്കിടയിൽ വലിയ രീതിയിലുള്ള അവമതിപ്പുണ്ടാക്കി കഴിഞ്ഞു എന്ന് പറയുന്നു. ആ പേപ്പർ ലീക്കേജിൻ്റെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടി നമ്മൾ ചൂണ്ടിക്കാട്ടണം. ഈ സർക്കാരിൻ്റെ കാലത്ത് മാത്രം നടന്ന പേപ്പർ ലീക്കേജ് എത്രയാണ് എന്നുള്ളത് വരുൺ ഗാന്ധി കോട്ട് ചെയ്യുന്നുണ്ട്. വരുൺ ഗാന്ധി 2019 പറഞ്ഞത് 2 വർഷങ്ങൾ കൊണ്ട് 21 ചോദ്യപേപ്പർ ചോർച്ചകൾ, 17 ചോദ്യപേപ്പർ ചോർച്ചകൾ ഉണ്ടായി എന്നാണ് 2021 പറഞ്ഞത്. 2019 മുതൽ 2021 വരെയുള്ള കാലഘട്ടത്തിൽ 21 ചോദ്യപേപ്പർ ചോർച്ചയാണ് ഉത്തർപ്രദേശിൽ മാത്രമുണ്ടായത്. 2021 ശേഷമോ ഉത്തർപ്രദേശിലെ ലേഖ്പാൽ റിക്രൂട്ട്മെൻറ്റിൽ വില്ലേജ് അക്കൗണ്ടന്റ് ഓഫീസർമാരെ നിയമിക്കുന്നതിൽ വലിയ രീതിയിലുള്ള പേപ്പർ ലീക്കേജ് ഉണ്ടായി. ആ പേപ്പർ ചോർച്ച അടയ്ക്കാൻ കഴിഞ്ഞില്ല. ഒടുവിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം എങ്ങും എത്തിയില്ല. ചിലരെ മാത്രം പേരിന് വേണ്ടി അറസ്റ്റ് ചെയ്തു. ഉത്തർപ്രദേശിലെ എലിജിബിലിറ്റി ടെസ്റ്റ്, അതായത് നമ്മുടെ കേട്ടിട്ടുണ്ടല്ലോ, പ്രൈമറി സ്കൂൾ അധ്യാപകരാകാൻ വേണ്ടുന്ന പരീക്ഷയുടെ ചോദ്യപേപ്പർ ചോർത്തി കൊടുത്തു. ആ ചോദ്യപേപ്പർ ചോർച്ചയും അന്വേഷണത്തിന് വിട്ടു. ആ അന്വേഷണവും എങ്ങും എത്തിയില്ല. നാമമാത്രമായി കുറച്ചുപേരെ പിടിച്ചു. ഉത്തർപ്രദേശിലെ +2 ക്ലാസ്സിലെ ചോദ്യപേപ്പർ തന്നെ ചോർന്നു. അങ്ങനെ 2021 ശേഷം 3-4 ചോദ്യപേപ്പർ ചോർച്ച, 2019 മുതൽ 17 ചോദ്യപേപ്പർ ചോർച്ച, മൊത്തം 20-21 ചോദ്യപേപ്പർ ചോർച്ചകൾ ഉത്തർപ്രദേശിൽ ഈ സർക്കാരിനോടുള്ള വിശ്വാസം ചെറുപ്പക്കാർക്ക് നഷ്ടപ്പെടുത്തി. ഇതാ ഈ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ച് ഉത്തർപ്രദേശ് മോഡൽ, യോഗി മോഡൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സാധാരണ ചാച്ചാ നെഹ്റു എന്ന് പറയും അല്ലേ? ഈ നെഹ്റുവിനെ കുറിച്ച് പറയുന്നത് ചാച്ചാ നെഹ്റു എന്നാണ്, വളരെ സ്നേഹത്തോടു കൂടി വിളിക്കുന്നതാണ്. പക്ഷേ ഇപ്പോൾ യോഗി ആദിത്യനാഥ് നാട്ടിൽ വിളിക്കുന്നത് മറ്റൊരു പേരാണ്, ചോർച്ചാ രാജ്. ആ ചോർച്ചാ രാജായി വരുന്നത് ചോദ്യപേപ്പർ ചോർച്ച മാത്രമല്ല കേട്ടോ. അവിടെ രാംലയെ കൊണ്ടിരുത്തിയിരിക്കുന്ന മേൽക്കൂര തന്നെ ചോർന്നുപോയി. എയർപോർട്ട് ചോർന്നൊലിക്കാൻ തുടങ്ങി. അങ്ങനെ വിവിധ പ്രദേശങ്ങൾ, റെയിൽവേ സ്റ്റേഷൻ, അതിൻ്റെ ഭിത്തി തന്നെ ഇടിഞ്ഞു വീണു മഴക്കാലത്ത്. 17 പാലങ്ങൾ BJPയുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ബീഹാറിൽ തകർന്നു വീണു. അങ്ങനെ BJP ഭരിക്കുന്ന ഉത്തർപ്രദേശിലും BJPയുടെ സഖ്യകക്ഷി ഭരിക്കുന്ന ബീഹാറിലുമായി ചോർച്ചയും പാലങ്ങൾ തകർച്ചയും നടക്കുമ്പോൾ ജനങ്ങൾക്ക് സർക്കാരിലുള്ള വിശ്വാസം നഷ്ടപ്പെടുമെന്നാണ്. 5ാമത്തെ പോയിന്റായിട്ട് പറയുന്നു, കോൺട്രാക്ട് നിയമനങ്ങൾ. ഇവിടെ സ്ഥിരം നിയമനം ഇല്ലെന്ന് മാത്രമല്ല, സംവരണം അട്ടിമറിക്കാനുള്ള നീക്കമായിട്ടാണ് അപ്നാദൾ അടക്കമുള്ളവർ കണക്കാക്കിയത്. ഉത്തർപ്രദേശിൽ യോഗി ആദിത്യനാഥിൻ്റെ സർക്കാരിൻ്റെ ഭരണകാലത്താണ് ഏറ്റവും കൂടുതൽ കോൺട്രാക്ട് നിയമനങ്ങൾ നടക്കുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് കോൺട്രാക്ട് നിയമനങ്ങൾ നടക്കുന്നു, മറുഭാഗത്ത് പേപ്പർ ലീക്കേജ്. ഇത് രണ്ടും കൂടി കുർമി സമുദായത്തിൽപ്പെട്ട അനുപ്രിയ പട്ടേലിനെ പോലെയുള്ള ആളുകൾ പറഞ്ഞു, ഇത് ഞങ്ങളെ ഉദ്ദേശിച്ചുള്ളതാണ്, ഞങ്ങളെ മാത്രം ഉദ്ദേശിച്ചിട്ടുള്ളതാണ്. ഈ കുർമി സമുദായത്തിൽപ്പെട്ട ആളുകളെ, മൗര്യ സമുദായത്തിൽപ്പെട്ട ആളുകളെ, നോൺ യാദവ് OBCകളെ, ദളിത് വിഭാഗത്തിൽപ്പെട്ട ആളുകളെ അധികാരത്തിൽ എത്തിക്കാതിരിക്കാൻ വേണ്ടി നടത്തുന്ന മാഫിയ ശ്രമമാണ് എന്ന രീതിയിലാണ് അതിനെ വ്യാഖ്യാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അവിടെ കാസ്റ്റ് ഇക്വേഷൻസ് ഒരു ഭാഗത്ത് രജപുത്രൻ്റെ മുഖമായിട്ട് നിൽക്കുന്നു, മറുഭാഗത്ത് നോൺ യാദവ് OBCയുടെ മുഖമായി നിൽക്കുന്ന അപ്നാദളാണെങ്കിലും ശരി, മൗര്യ ആണെങ്കിലും ശരി, ഇവർക്ക് യാതൊരു രാഷ്ട്രീയ സ്വാധീനവും ഇല്ലാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതിനെയാണ് അവർ യഥാർത്ഥത്തിൽ എതിർക്കുന്നത്. ഇതിന് കേന്ദ്ര നേതൃത്വത്തിൻ്റെ പിന്തുണയുണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ അവസാനിപ്പിക്കുന്നു. ഇതിൽ സഞ്ജയ് നിഷാദ് എന്ന് പറയുന്നൊരു ഈ സാധാരണ മുഖ്യ സമൂഹത്തിലെ ഒരു പ്രതിനിധി പറഞ്ഞൊരു വാചകമുണ്ട്. MLC മെമ്പറാണ്. അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ സാധാരണക്കാരായ ജനങ്ങളെയാണ് ഈ ബുൾഡോസർ വെച്ച് അപ്രൂട്ട് ചെയ്യുന്നതെങ്കിൽ, നിങ്ങൾ കടപുഴക്കുന്നത്
ചെയ്യുന്നതെങ്കിൽ അവർ നിങ്ങളെ കടപുഴക്കും, അത് ഓർമ്മിച്ചോണം എന്ന് പറഞ്ഞത് ഇതേ യോഗി ആദിത്യനാഥിൻ്റെ മുഖത്തു നേരെയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ നിഷാദ് വംശമാണെങ്കിലും ശരി, മൗര്യ വംശമാണെങ്കിലും ശരി, കുർമി വംശമാണെങ്കിലും ശരി, നോൺ ദളിത് യാദവ് ഫേസ് ആണെങ്കിലും ദളിത് ഫേസ് ആണെങ്കിലും ശരി, അതെല്ലാം BJPക്ക് എതിരായി നിൽക്കുന്നു എന്നൊരു പ്രതീതി അവിടെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നേരത്തെ ഉണ്ണി ബാലകൃഷ്ണൻ പറഞ്ഞതുപോലെ 2027 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യോഗി ആദിത്യനാഥ് ആയിരിക്കില്ല BJPയുടെ സ്ഥാനാർത്ഥി എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് നിശ്ചയിക്കാം. അതിനുള്ള ഒരുക്കങ്ങൾ ഗ്രൗണ്ട് വർക്കിൽ തന്നെ നടക്കുന്നു. അവിടെ മൗര്യയെ മുൻനിർത്തി, ഭൂപേന്ദ്ര ചൗധരിയെ മുൻനിർത്തി കേന്ദ്ര നേതൃത്വം ശക്തമായ കളി തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. അതിൻ്റെ പരിണിത ഫലം എന്ന് പറയുന്നത് യോഗി ആദിത്യനാഥിന് പ്രായം ചെല്ലും മുൻപ് ഒരു വനവാസം വിധിക്കലാണ്. Meet the editors.